അങ്ങനെ നീണ്ട 8 വർഷങ്ങൾക്ക് ശേഷം നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ നമ്മുടെ കോടതി വിധി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം ഈ ഒരു കേസിനൊപ്പം സഞ്ചരിച്ച ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു കുറ്റവിമുക്തനാക്കപ്പെട്ട ഈ ഒരു വിധിയെ നോക്കിക്കാണുന്നത്? ദിലീപ് ഈ കേസിനകത്ത് കുറ്റവിമുക്തനായി ആക്കപ്പെട്ടിരിക്കുകയാണ്. ദിലീപ് തീർച്ചയായും കുറ്റവിമുക്തനാക്കപ്പെടുമോ എന്ന് ഞാൻ നേരത്തെ തന്നെ അരുണിമേനോട് പറഞ്ഞിരുന്നു. ഈ കേസിന്റെമായി ബന്ധപ്പെട്ട് പല ആളുകളും ഫേസ്ബുക്ക് പോസ്റ്റും മറ്റും കാര്യങ്ങളും ഇട്ട ഘട്ടത്തിലെല്ലാം തന്നെ ഞാൻ കൃത്യമായി അവരോട് വാദിച്ചിരുന്നു. ഈ കേസിനകത്ത് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടും, അല്ലെങ്കിൽ ഈ ദിലീപിനെതിരെ പരമാവധി വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് തെളിവ് നശിപ്പിച്ചു എന്ന പേരിൽ, അതായത് ആ ഫോൺ ഡാറ്റ നശിപ്പിച്ചു എന്ന പേരിലുള്ള ഒരു ആരോപണമുണ്ട്. അപ്പൊ ആ ഫോൺ ഡാറ്റ നശിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാർജ് അല്ലാതെ മറ്റൊരു ചാർജ് ദിലീപിനെതിരെ ഇതിനകത്ത് നിലനിൽക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നടി ആക്രമിക്കപ്പെട്ടു, നടി ബലാത്സംഗം ചെയ്യപ്പെട്ടു, നടിയെ തട്ടിക്കൊണ്ടുപോയി, ഈ കാര്യത്തിലൊന്നും ഒരാൾക്കും തർക്കമില്ല. ഇതങ്ങനെ സംഭവിച്ച കാര്യം തന്നെയാണ്. 2017 ഫെബ്രുവരി 17 നടിയെ ഈ പറയുന്ന തൃശ്ശൂരിലെ വീട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാർട്ടിൻ ആണ് കാർ എടുത്ത് പോകുന്നത്. മഹീന്ദ്ര SUV അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് ഏകദേശം 7:45 കൂടി കൊച്ചിയിലേക്ക് വരുന്നതിന്റെ ഇടയിൽ ഈ പറയുന്ന നെടുമ്പാശ്ശേരി അത്താണിക്ക് അടുത്ത് വെച്ചായിട്ട് ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതേ സമയത്ത് മറ്റൊരു ടെമ്പോ ട്രാവലറിൽ ഈ പറയുന്ന പൾസർ സുനി ഉൾപ്പെടെയുള്ള 1-ാം പ്രതി പൾസർ സുനി വാഹനം ഓടിക്കുകയായിരുന്നു. അവരുൾപ്പെടെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. തൊട്ടടുത്ത് അപ്പോളോ ജംഗ്ഷൻ അവിടെ വെച്ചൊരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇതിനകത്ത് ചില പ്രതികൾ ഈ കാറിന്റെ ഉള്ളിലേക്ക് കയറുന്നു, പൾസർ സുനി ഉൾപ്പെടെയുള്ളവർ കയറുന്നു. അതിനുശേഷം അപ്പോളോ ജംഗ്ഷനിൽ എത്തുന്നു. ഏകദേശം 9:45 കൂടി അവിടെ വെച്ചിട്ട് ഈ കാറിന്റെ ഉള്ളിലേക്ക് കൂടുതൽ ആളുകൾ കയറുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചില ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം നഗരത്തിൽ എമ്പാടും കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, അതിന് ചിത്രീകരിക്കുന്നു, വിഷ്വൽ ചിത്രീകരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ നടിയെ നടി ഇതിനിടയ്ക്കായിരുന്നു അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് ഒരു കന്നഡ പ്രൊഡ്യൂസറുമായി. ആ നടിയുടെ മോതിരം ഉൾപ്പെടെയുള്ള വിഷ്വൽ എടുക്കുന്നു. അങ്ങനെ 23 മിനിറ്റോളം വിഷ്വൽ എടുക്കുന്നു. ഇതിനു ശേഷം നടിയെ കാക്കനാടുള്ള ലാലിന്റെ വീടിന്റെ മുമ്പിലായിട്ട് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നു. അവിടെ നിന്ന് ലാലിന്റെ വീട്ടിലേക്ക് കയറി പോകുന്നു എന്ന് വരെയുള്ളത് ശരിയാണ്. ഈ സംഭവം എന്ന് പറയുന്നത് ഈ പൾസർ സുനി ഉൾപ്പെടെയുള്ള ഈ 6-7 പേർ എന്ന് പറയുന്നത് നിരന്തരമായി തന്നെ ഇത്തരത്തിൽ നടിമാരെ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ, ഇത്തരമുള്ള ആളുകളെല്ലാം തന്നെ ഒന്നെങ്കിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ അടുത്തുനിന്ന് ഒളിഞ്ഞു നിന്ന് നഗ്ന ഫോട്ടോകൾ എടുക്കുകയോ അല്ലെങ്കിൽ ഹിഡൻ ക്യാമറ വെച്ച് അവരുടെ നഗ്ന ചിത്രങ്ങൾ എടുക്കുകയോ നഗ്ന വീഡിയോകൾ എടുക്കുകയോ ആ വീഡിയോകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് പിന്നീട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയോ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് അവരുടെ അടുത്ത് പണം തട്ടുകയോ ചെയ്യുന്ന ഒരു സംഘമാണ്, തട്ടിപ്പ് സംഘമാണ്, ക്രിമിനൽ സംഘമാണ്. സിനിമയ്ക്കുള്ളിലെ ഡ്രൈവർമാർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ക്രിമിനൽ സംഘമാണ്. അതിൽ ആർക്കും ഒരു സംശയമില്ല. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ എനിക്ക് ആ കാര്യത്തിലൊന്നും സംശയമില്ല. ഈ പറയുന്ന ഫെബ്രുവരി 17 രാത്രി ഒരു 10 മണി 10 കൂടി കൊച്ചിയിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, മാധ്യമപ്രവർത്തകരുടെ ഗ്രൂപ്പിലേക്ക് വരുന്നത് ഈ നടിയുടെ പേരുൾപ്പെടെ ഈ നടിയെ ആക്രമിക്കപ്പെട്ടു, ഡ്രൈവറിൽ നിന്ന് ആക്രമണം നേരിട്ടു എന്ന രീതിയിലുള്ള മെസ്സേജാണ് വരുന്നത്. അതിനെ തുടർന്ന് നമ്മളെല്ലാം തന്നെ അന്വേഷിച്ചാണ് അവിടെ സംഭവ സ്ഥലത്ത് ഈ ലാലിന്റെ വീട്ടിലെ രാത്രി കമ്മീഷണർ ഉൾപ്പെടെ PT തോമസ് ഉൾപ്പെടെ നിരവധി പോലീസുകാർ ഉൾപ്പെടെ നിൽക്കുന്നു. ഈ നടി ഉൾപ്പെടെ ഉണ്ടെന്ന് ലാലിന്റെ മകൻ ഉൾപ്പെടെ ഉണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലെല്ലാം ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് ഉൾപ്പെടെ സംസാരിച്ചപ്പോഴാണ് ഈ സംഭവത്തിനകത്ത് നടി പീഡിപ്പിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് 1 മുതൽ 6 വരെ എന്ന് പറയുന്ന പ്രതികൾക്ക് കൃത്യമായി തന്നെ ഈ ഇതിനകത്ത് ചാർജ് ഷീറ്റിന്റെ പ്രകാരമുള്ള ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുള്ള ഈ പറയുന്ന അന്വേഷണ സംഘം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ തെളിവുകളിലെയും അടിസ്ഥാനത്തിൽ അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഇതിനകത്ത് ട്വിസ്റ്റ് സംഭവിച്ചത്. ഈ പറയുന്ന ഫെബ്രുവരി 17 ശേഷം ജൂൺ 10 വരെയുള്ള ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ജൂൺ 10 വരെയുള്ള ഈ ഇതിനിടയിലുള്ള കാലാവധിക്കുള്ളിൽ ഈ കേസിനകത്തേക്ക് ദിലീപിനെ കൊണ്ടുവന്നു വയ്ക്കുകയായിരുന്നു. ആ ദിലീപിനെ പ്രതിയാക്കണമെന്ന് ആരൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച രീതിയിലുള്ള സ്ക്രിപ്റ്റിംഗ് ആണ് അതിനകത്ത് നടന്നിട്ടുള്ളത്. അതിനകത്ത് ബി സന്ധിക്ക് കൈയെഴുകാനാവില്ല, ബൈജു പലൂസിനെ കൈയെഴുകാനാവില്ല, സുദർശനെ കൈയെഴുകാനാവില്ല. അങ്ങനെയുള്ള ആ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഈ വിഷയത്തിനകത്ത് കൈയെഴുകാനാവില്ല. കാരണം ഇവർക്കൊക്കെ വളരെ വ്യക്തമായിട്ടും സത്യമായിട്ടും അറിയാം ഈ കേസിന്റെ അകത്ത് ഈ ഗൂഢാലോചനയിൽ ദിലീപില്ല, ദിലീപിനെ പിന്നീട് ഇതിനകത്തേക്ക് ചേർത്തതാണ് എന്ന് ഇവർക്കെല്ലാം തന്നെ വളരെ വ്യക്തമായിട്ട് സുവ്യക്തമായിട്ട് അറിയാം. ആരാണ് അരുണിമ ഇതിനകത്ത് ആദ്യമായി ഗൂഢാലോചന ഉണ്ട് എന്ന് പറഞ്ഞത്? തീർച്ചയായും മഞ്ജു വാര്യർ. ഈ പറയുന്ന ഫെബ്രുവരി 18 എറണാകുളത്തെ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന ആ പരിപാടി ഞാൻ റിപ്പോർട്ട് ചെയ്താണ് നേരിട്ട്.
ആ സമയത്ത് അതിന് മുൻപന്തിയിൽ ഇരിക്കുന്ന വ്യക്തി ദിലീപ് ഉൾപ്പെടെയുള്ളവർ മൈക്കിൽ വന്ന് പ്രസംഗിക്കുന്ന ഘട്ടത്തിൽ ദിലീപ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ കൂടെ അഭിനയിച്ച, എന്റെ കൂടെ നിരവധി ചിത്രങ്ങൾ അഭിനയിച്ച പെൺകുട്ടി നടി, ആ പെൺകുട്ടിക്ക് ഇത്രയും വലിയ ഒരു ദുർഗതി ഉണ്ടായതിൽ തനിക്ക് ശക്തമായ വേദനയുണ്ട്, വിഷമമുണ്ട്, ഇതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ നിന്ന് ഇതിന്റെ അവസാന ഘട്ടത്തിൽ സംസാരിച്ച മഞ്ജു വാര്യർ പറയുകയാണ്, ഈ കേസിന്റെ അകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഇതിന്റെ അകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. എവിടുന്ന് കിട്ടി മഞ്ജു വാര്യർക്ക് ആ വിവരം? അതെ, തീർച്ചയായും. എവിടുന്ന് കിട്ടി മഞ്ജു വാര്യർക്ക് ആ വിവരം? എവിടുന്ന് കിട്ടി? മുൻകൂട്ടി തീരുമാനിച്ച. അതെ അതെ, അതായത് ഈ പറയുന്ന 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ കേസിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ട് മഞ്ജു വാര്യർക്ക് എവിടുന്ന് വിവരം കിട്ടി? മഞ്ജു വാര്യർക്ക് എവിടുന്ന് കിട്ടി? എന്തെങ്കിലും തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ടോ ആ ഘട്ടത്തില്? ഇല്ല, ഒരു തെളിവും പുറത്തു വന്നിട്ടില്ല. ഗൂഢാലോചന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഗൂഢാലോചന നടത്തുന്നുണ്ട്. ആരൊക്കെ തമ്മിൽ? 1 മുതൽ 6 വരെയുള്ള പ്രതികൾ തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നടിയുടെ നഗ്ന ദൃശ്യങ്ങൾ എടുത്ത്, നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എടുത്ത നടിയുടെ എൻഗേജ്മെന്റ് നടത്തിയിട്ടുള്ള കന്നഡ പ്രൊഡ്യൂസർക്ക് കൊടുത്തിട്ട് അയാളെ ഭീഷണിപ്പെടുത്തി അയാളിൽ നിന്ന് പണം തട്ടുക എന്ന് പറയുന്ന സ്ഥിരം ശൈലിക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നടൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല, ദിലീപ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. അന്നും ഇന്നും ഞാൻ ഈ വിഷയത്തിനകത്ത് ശക്തമായി വാദിക്കുന്നത് അത്രത്തോളം ഈ വിഷയത്തിനകത്ത് എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ശക്തമായി വാദിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ദിലീപിനെ ഈ കേസിന്റെ അകത്ത് കൊണ്ടുവന്നതാണ്. ആ കേസിന്റെ അകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായി ഇടപെട്ടിട്ടുള്ളത് മഞ്ജു വാര്യറാണ്. ദിലീപിനെ ഈ കേസിനകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം ഈ കേസിനകത്ത് ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുകയും ആ എല്ലാ കാര്യങ്ങളും തന്നെ ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തതിന് പിന്നിൽ പ്രവർത്തിച്ചത് മഞ്ജു വാര്യറാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അത്രയും കാലം ഈ പൾസർ സുനി അടക്കം പോലും ദിലീപിന്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല. വെറും കത്ത് നൽകി അല്ലെങ്കിൽ ഒരു എഴുത്ത് കണ്ടു എന്നുള്ള ആ ഒരു ആരോപണം അല്ലാതെ, അതായത് ആ ഒരു കത്ത് കണ്ടിട്ട് എങ്ങനെയാണ് ഒരാളെ പ്രതി ചേർക്കുക? ആ വ്യക്തിയുടെ 8 വർഷമാണ് ജീവിതമായാലും അദ്ദേഹത്തിന്റെ ഇൻഡസ്ട്രി ആയാലും പ്രൊഫഷണൽ അടക്കം ആ ഒരു വ്യക്തിയെ നശിപ്പിക്കുക എന്നതിനപ്പുറം ഇവർക്ക് ആർക്കും മറ്റൊരു ലക്ഷ്യം തന്നെ ഉണ്ടായതായി നമുക്ക് തോന്നിയിട്ടില്ല. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. അടിമ ഒരു മാധ്യമവും ഇതുവരെ പുറത്തുവിടാത്ത ഒരു വിവരം അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ മനസ്സിൽ ഒരു കുറ്റബോധമായി കിടക്കാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ അക്കാര്യം പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശം എന്റെ നാട്. ആ നാട്ടിൽ ഒരു ബ്ലാക്ക് മാജിക് ഉൾപ്പെടെ ഒരു ഇത്തരത്തിലുള്ള ദൈവത്തിന് നിരക്കാത്ത ചില സംഭവങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്ന തരത്തിലുള്ള അത്രയും ക്രിയകൾ ചെയ്യുന്ന ഒരു വിദ്വാനുണ്ട്. ആ വിദ്വാന്റെ പേരും വീടിരിക്കുന്ന സ്ഥലവും അദ്ദേഹത്തിന്റെ ആസ്തിയും മറ്റെല്ലാ സംഭവങ്ങളും എനിക്കറിയാം. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാത്തത് ആ വ്യക്തിയുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് എന്റെ ഒരു ബന്ധു താമസിക്കുന്നുണ്ട് എന്നുള്ളതോട് മാത്രമാണ്. അതുകൊണ്ട് ഈ പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ ദിലീപ് അറസ്റ്റിലായതിനു ശേഷം, ഈ ആഭിചാരക്രിയ ചെയ്യുന്ന വ്യക്തിയുടെ വീട്ടിൽ ദിലീപ് അറസ്റ്റിലായതിനു ശേഷം മഞ്ജു വാര്യർ പലഹാരങ്ങളും, മധുര പലഹാരങ്ങളും, ചോക്ലേറ്റുകളും ഉൾപ്പെടെ കൊണ്ടുവന്ന് കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ഒരു ഇന്നോവ കാർ ഈ പറയുന്ന ആഭിചാരക്രിയ ചെയ്യുന്ന വ്യക്തിക്ക് സമ്മാനമായി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ദിലീപ് അറസ്റ്റിലായതിനു ശേഷം സമ്മാനമായി കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയത്തിനകത്ത് ദിലീപ് അറസ്റ്റിലായതിനു ശേഷം മധുര പലഹാരങ്ങളുമായി ഒരു ആഭിചാരക്രിയ ചെയ്യുന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് ഈ മഞ്ജു വാര്യർ പോയത് എന്തിനാണ് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. അങ്ങനെ ആ വ്യക്തിക്ക് ഇത്തരത്തിൽ ഒരു ഇന്നോവ കാർ കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത് എനിക്ക് ബോധ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ സംഭവം നേരിട്ട് കണ്ട വ്യക്തികളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ സംഭവം നേരിട്ട് കണ്ട വ്യക്തി അന്ന് രാത്രി തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ സംഭവങ്ങൾ ഇങ്ങനെ നടന്നിട്ടില്ല, ഇങ്ങനെ കാറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് കണ്ണൂരിൽ താമസിക്കുന്ന സമയത്ത് എന്റെ സുഹൃത്തായിരുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഈ ആഭിചാരക്രിയക്കാരൻ. അതുകൊണ്ട് ആ സൗഹൃദത്തിന്റെ പുറത്ത് കൊടുത്തതാണ് എന്ന തരത്തിലുള്ള വാദമുഖങ്ങൾ വേണമെങ്കിൽ മഞ്ജു വാര്യർ ഉന്നയിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാതെ എനിക്ക് തരമില്ല അരുണിമ. ഇതിനകത്ത് മഞ്ജു വാര്യർ ദിലീപിനെതിരെ എന്തൊക്കെയോ സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അത്തരത്തിൽ അന്തരീക്ഷത്തിൽ ഒരുപാട് കഥകൾ ഉണ്ടായിരുന്നു. ആ കഥകളിൽ ഏതൊക്കെയാണ് സത്യം, ഏതൊക്കെയാണ് നുണ എന്ന് നമുക്ക് അറിയില്ല. എങ്കിൽ കൂടിയും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അന്ന് അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കെട്ട മഞ്ജു വാര്യർക്കെതിരെയുള്ള കഥകളിൽ പലതും സത്യമാണോ എന്ന്
അറിയാതെ മനസ്സിൽ തോന്നൽ ഉണ്ടാക്കുന്നു എന്ന് തന്നെ നമുക്ക് ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നിരന്തരമായി തുടർക്കഥ പോലെയുള്ള പോഡ്കാസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ട്. നമ്മുടെ മാത്രം പക്കലുള്ള നിലവിൽ വിവരങ്ങൾ ഉണ്ട് അരുണ. അതുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങൾ തുടർക്കഥയായിട്ട് തന്നെ ഒരു പരമ്പരയായിട്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ആരാണ് ഈ കേസിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് മുതൽ ദിലീപിനെതിരെ ഉണ്ടാക്കിയ വ്യാജ തെളിവുകൾ വരെയുള്ള കാര്യങ്ങൾ, ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ കളിച്ച കളികൾ, ബൈജു പൗലോസ് കളിച്ച കളികൾ, ബൈജു പൗലോസ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇന്ന വാർത്തകൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച കഥകൾ, അതെ 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 അത്തരം കഥകൾ, എന്നെ ഉൾപ്പെടെ നേരിട്ട് വിളിച്ചിട്ടുള്ള കഥകൾ, ഇതെല്ലാം തന്നെ നമുക്ക് വരും എപ്പിസോഡുകളിൽ പറയാം അരുണിമ. നമുക്ക് ആ കാര്യങ്ങളിലേക്ക് തന്നെ കിടക്കാം.